ഹേ ഗായ്സ് അസ്സലാമലൈക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഈദ് ദിവസം രാവിലെ എടുത്ത കുറച്ച് ക്ലിപ്സ് ആട്ടോ ഇതിൽ ആഡ് ചെയ്തിരിക്കണേ. അപ്പോൾ അതാ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞില്ലേ, ഹാൻ ബേബി ഹാനിഷേഖൊക്കെ സുന്ദരി സുന്ദരനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് അവന് ഒരുക്കിയ ശേഷം ആട്ടോ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലെടുത്തിട്ടില്ല. അപ്പോൾ ഹാൻ ബേബിയുടെ പുതിയ ഡ്രസ്സാട്ടോ. അപ്പോൾ അതിട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തു വന്നിരുന്ന കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉപ്പ പള്ളി വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പയും ഉമ്മയും ഹണി ഷെയ്ഖും കൂടെ തറവാട്ടിക്കൊക്കെ ഒന്ന് പോകട്ടെ. അവരെല്ലാം ഇതിനും രാവിലെ പോകാറുണ്ട്. എന്താ കയ്യില് കുട്ടികൾ പോയ ശേഷം ഞാൻ വേഗം ലിഹാൻ ബേബിനെ ഉറക്കിയിട്ട്, അവനക്ക് രാവിലെ തുടങ്ങിയിട്ട് ഭയങ്കര വാശിയായിരുന്നു. അവനെ ഉറക്കിയിട്ട് വേണമായിരുന്നു കേട്ടോ എനിക്ക് ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അമ്മ നല്ല അടിപൊളി ചെറുപയർ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ വേഗം ലിഹാൻ ബേബിനെ ഉറക്കിട്ടോ. അവൻ എപ്പോഴും കമന്നിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. ഞാൻ വിചാരിക്കും എനിക്ക് അങ്ങനെ ശ്വാസം കിട്ടുമോ എന്നുള്ളത്. പക്ഷെ ഇവൻ പ്രസവിച്ച് കുറച്ചായപ്പോൾ തുടങ്ങിയിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ കിടക്കൽ. അപ്പോൾ അവനെ ഉറക്കിയിട്ട് ഞാൻ വേഗം കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ട് ആദ്യം ബീഫൊന്ന് വേവിച്ചെടുക്കാൻ വിചാരിച്ചു. പിന്നെ ബിരിയാണിക്കുള്ള വെള്ളം തിളപ്പിച്ചു. ബസുമതി റൈസില്ല അതിലാട്ട ബിരിയാണിക്കുള്ളത്. അപ്പോൾ ഉള്ളിയും തക്കാളി അങ്ങനത്തെയൊക്കെ കട്ടാക്കിയിട്ട് വഴറ്റണ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ വരുന്നതിന് മുന്നേ തീർക്കാമെന്നാണ് വിചാരിച്ചു. പക്ഷെ അവർ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കും. റംഷി ജിമ്മിൽ ട്രെയിനേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബീഫ് ബിരിയാണി മാത്രം വെക്കാൻ വിചാരിച്ചു. പിന്നെ പുറത്ത് അവർക്കുള്ള മേടിച്ച് കൊടുക്കാമെന്നാട്ടോ വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ലിഹാൻ ബേബി ഇട്ടിട്ട് അവർക്ക് കളർ കൊട്ടെ പെട്ടെന്ന് ഉറങ്ങി എനിക്ക്. അപ്പോൾ ഉമ്മയും റംഷിയും കൂടിയിട്ട് അതൊക്കെ കാസ്ട്രോളിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കാം കേട്ടോ. 3 ട്രെയിനേഴ്സിനാട്ടോ കൊടുക്കുന്നത്. പിന്നെ ഹനി ഷെയ്ഖും ലിഹാനും കൂടി ഒരേ കളിയാട്ടം. ഇടയ്ക്ക് ഒരു ഭയങ്കര കളിയായിരിക്കും, ഇടയ്ക്ക് ഭയങ്കര അടിയായിരിക്കും കേട്ടോ. ഹനി ലിഹാനൊന്നും കാട്ടില്ലെങ്കിൽ ഷെയ്ഖാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു തട്ട് കൊടുത്ത ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം ഞാൻ ബിരിയാണിൻ്റെ പരിപാടികളൊക്കെ അതിൽ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു പാക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊണ്ടോയില്ലേ റംഷി ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ പോകാൻ നിൽക്കുക കേട്ടോ. ഹാനിയാനും കൊണ്ടാണ് പോണത്. അപ്പോൾ അതാ ലിഹാൻ ബേബി വണ്ടിയുടെ സൗണ്ട് കേട്ടോ. അപ്പം കൈ കൊണ്ട് അട്ടിട്ടോ അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റംഷി അവിടെ വീട്ടിന് ഫ്രണ്ടിൽ മാത്രം കുറച്ച് നേരം ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഹാപ്പിനെസ് കേട്ടോ, ഭയങ്കര സന്തോഷം കേട്ടോ. വണ്ടി കയറാനും പുറത്ത് പോകണമെന്ന് വെച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ. ഹാനിയാനെ കൊണ്ടുപോകണതിന് ഷീഹാക്ക് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ, അവൾക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. നിലത്ത് കിടന്ന് വീട്ടിലാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കാൻ വിചാരിച്ചു കേട്ടോ. കുട്ടികൾക്ക് എരിവ് പറ്റാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചിക്കൻ മസാലയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ പൊരിക്കാറ്. പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീഫ് ബിരിയാണിയും സെറ്റായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടോ. അതിനിടയ്ക്ക് റംഷി ചുമക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കച്ചമ്പറും അച്ചാറും ഇഞ്ചിപ്പുളിയും ചിക്കൻ പൊരിച്ചതും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റംഷി ചുമ കഴിഞ്ഞ് വരുമ്പോൾ അടപ്രഥമൻ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് ഉച്ചയ്ക്ക് നന്നായി ഒന്ന് മയങ്ങിട്ടോ. പിന്നെ വൈകുന്നേരം ഉപ്പയും ഉമ്മയും കുട്ടികളും കൂടി പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. റംഷി സിനിമയ്ക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ലിഹാൻ ബേബിയുടെ ഈദ് ഔട്ട്ഫിറ്റ്. അപ്പോൾ രാവിലെ നമ്മൾ സുഡിയോന്ന് എടുത്ത ഡ്രസ്സായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 3 ആൾക്കും. അപ്പോൾ ലിഹാൻ ബേബിക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു. എന്തായാലും നമ്മൾ പുറത്തൊന്നും പോകണില്ല. ലിഹാൻ ബേബിക്കുള്ള ഡ്രസ്സ് റംഷി പെരിന്തൽമണ്ണ പോയിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഇട്ട ഡ്രസ്സ് സുഡിയോ ഒറ്റപ്പാലത്ത് സുഡിയോ എന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാനിയക്ക് ഷിയാക്കും രാവിലെ ഇട്ട പുതിയ ഡ്രസ്സ് ഉമ്മയായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കോഴിക്കോട് പോയപ്പോൾ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദ് ലിഹാൻ ബേബിയുടെ ആദ്യത്തെ ചെറിയ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.
Ba 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 ba